ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ ആദ്യത്തെ ചലഞ്ചിലേക്ക് സ്വാഗതം. ഈ വെല്ലുവിളിയിൽ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതെന്തും ആകർഷിക്കാൻ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. അത് എങ്ങനെയെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. എന്നാൽ ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അത് കൂടുതൽ പണമാണോ, മികച്ച ജോലിയാണോ, സ്നേഹബന്ധമാണോ, ആരോഗ്യമുള്ള ശരീരമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? എന്തു തന്നെയായാലും നിങ്ങളത് ഇപ്പോൾ തന്നെ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇപ്പോൾ തന്നെ ഒരു പേനയും പേപ്പറും എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ട് പാഡ് ആപ്പ് തുറക്കുക. നിങ്ങളുടെ ലക്ഷ്യം കഴിയുന്നത്ര വിശദമായി എഴുതുക. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രധാനമായിരിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വ്യക്തമാക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം കൂടുതൽ വ്യക്തവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ ഉദ്ദേശം കൂടുതൽ വ്യക്തവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാകുമ്പോൾ നിങ്ങളുടെ പ്രകടനം കൂടുതൽ ശക്തവും ഫലപ്രദവുമാകും. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിർണ്ണയിക്കുന്ന നിങ്ങളുടെ വൈബ്രേഷനോട് പ്രപഞ്ചം പ്രതികരിക്കുന്നു എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആകർഷണ നിയമം. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളെക്കുറിച്ചോ പ്രവൃത്തികളെക്കുറിച്ചോ അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ വൈബ്രേഷനെ കുറിച്ച് മാത്രമേ അറിയുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഒരു സിഗ്നലാണ്. നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചത്തിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി ആകർഷിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക സിഗ്നൽ അയക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗം നിങ്ങളുടെ ലക്ഷ്യം കഴിയുന്നത്ര വിശദമായി എഴുതുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് കൂടുതൽ പണം ആകർഷിക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ പണം വേണം എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് എത്ര പണം വേണം, അത് എങ്ങനെ സമ്പാദിക്കണം, അത് എങ്ങനെ ചിലവാക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നണം തുടങ്ങിയവ വിശദമായി എഴുതുക. നിങ്ങൾ കൂടുതൽ കൃത്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ആകർഷണ നിയമം കൂടുതൽ സജീവമാകും. കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം വിശദമായി എഴുതുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലത്തിൻ്റെ ഒരു മാനസിക ചിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലത്തിൻ്റെ ഒരു മാനസിക ചിത്രം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ അത് ഉണ്ടെന്നുള്ള തോന്നലും സൃഷ്ടിക്കുന്നു. നിങ്ങൾ അത് ഉള്ളതായൊരു തോന്നൽ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷനും അതുമായി വിന്യസിക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷനുമായി നിങ്ങൾ വിന്യസിക്കുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം വിശദമായി എഴുതുന്നത് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ച് ആരംഭിക്കുന്നതിനുള്ള വളരെ ശക്തമായ മാർഗമാണ്. ബാക്കിയുള്ള വെല്ലുവിളികൾക്കായി നിങ്ങളെ സജ്ജമാക്കാനും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് നിങ്ങളുടെ മനസ്സും ഹൃദയവും തയ്യാറാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. അതിനാൽ മുന്നോട്ട് പോയി നിങ്ങളുടെ ലക്ഷ്യം കഴിയുന്നത്ര വിശദമായി എഴുതുക. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വയം ഉറക്കെ വായിക്കുക. അത് ലഭിച്ചതിൻ്റെ ആവേശവും നന്ദിയും അനുഭവിക്കുക. എന്നിട്ട് നിങ്ങളോടും പ്രപഞ്ചത്തോടും പറയുക, ഇതോ ഇതിലും മെച്ചപ്പെട്ടതോ ആയ കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പ്രക്രിയയെ വിശ്വസിക്കുന്നു.
നന്ദി നന്ദി നന്ദി. ഇന്നത്തേക്ക് ഇത്രമാത്രം. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ ആദ്യത്തെ ടെക്നിക് പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങളിത് ആസ്വദിച്ചുവെന്നും നിങ്ങൾക്ക് പ്രചോദനം അനുഭവപ്പെട്ടുവെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചലഞ്ചിൻ്റെ 2ാം ടെക്നിക്കിനായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണും. അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഒരു വിഷൻ ബോർഡ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ പഠിപ്പിക്കും. അതുവരെ പോസിറ്റീവായി തുടരുക.